എന്നാൽ കൊളംബിയയും മെക്സിക്കോയ്ക്കെതിരെ ആക്രമണം നടത്താതെ എന്തുകൊണ്ടാണ് വെനസ്വേലയ്ക്കെതിരെ ആക്രമണം നടത്താനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നത്? അദ്ദേഹം തീരുമാനിക്കുന്ന ഒരു കാര്യം, ലോകത്തെ ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല. ആ വെനസ്വേലയെ കീഴടക്കി കഴിഞ്ഞാൽ ക്യൂബയെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും, ചൈനയെ പോലും ബുദ്ധിമുട്ടിക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഈ ട്രംപ് നോട്ടമിടുന്നതെല്ലാം ഈ അപൂർവ ധാതുക്കൾ, എണ്ണ, ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഈ അപൂർവ നാച്ചുറൽ റിസോഴ്സസ് എവിടെയൊക്കെയുണ്ടോ ആ റിസോഴ്സ് ഉള്ള രാജ്യങ്ങളെ മുഴുക്കെ കീഴടക്കാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. കാരണം എങ്കിൽ മാത്രമേ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ കഴിയൂ എന്നുള്ള ഉപദേശമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മയക്കുമരുന്നിന്റെ പേരിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ ഭരണകൂടം ട്രംപിന്റെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ചരിത്രമുണ്ട്. നമുക്കറിയാം 2003 അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലെ എണ്ണ സമ്പത്തിന്റെ മുകളിൽ നിയന്ത്രണം ലഭിക്കാൻ വേണ്ടിയിട്ടും അമേരിക്കക്കെതിരായി നിൽക്കുന്ന ഭരണാധികാരിയാണ് സദ്ദാം ഹുസൈൻ എന്നുള്ളത് കൊണ്ടും ആ എണ്ണ സമ്പത്ത് കൈവശപ്പെടുത്താനും സദ്ദാം ഹുസൈനെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് സൃഷ്ടിച്ച കള്ളപ്രചാരണമായിരുന്നു അന്ന് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, മനുഷ്യനെ കൂട്ടക്കൊല ചെയ്യാനുള്ള ആയുധം സദ്ദാം ഹുസൈന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമണം നടത്തിയത്. നമുക്കറിയാം, യുദ്ധത്തിന് ശേഷം അവിടെ മുഴുക്കെ അരിച്ചു പറക്കിയെങ്കിലും ഒരു ചെറിയ മുക്കിപ്പൊടിയുടെ അംശം വലിപ്പത്തിലെങ്കിലുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അമേരിക്കയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല.